ടീച്ചർ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷനിൽ ആർട്സ് വേവ് അക്കാഡമിയിൽ എന്തൊക്കെയാണ് പുതിയ കുട്ടികൾക്ക് കൊടുക്കുന്നത്? അത് നമ്മൾ കാറ്റഗറി വൈസ് ആയിട്ട് ഓരോ കുട്ടികൾക്കും വേണ്ടി ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കിഡ്സ് കാറ്റഗറി എന്ന് പറയുമ്പോൾ അത് LKG UKG. ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ്, ഫോർത്ത് ക്ലാസ്സുകൾ വരുന്നത് സെക്കൻഡ് കാറ്റഗറിയിലാണ്. പിന്നെ അടുത്ത കാറ്റഗറി വരുന്നത് 6th 7th അങ്ങനെ വരും. പിന്നെ അടുത്ത കാറ്റഗറി വരുന്നത് 8th 9th 10th അങ്ങനെ വരും. പിന്നെ ലാസ്റ്റ് കാറ്റഗറിയായ 5th കാറ്റഗറി വരുന്നത് +1 +2 ആണ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്നു വെച്ചാൽ കുട്ടികൾക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് വരയ്ക്കാൻ, അതായത് ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ കിഡ്സ് കാറ്റഗറിയിൽ നമ്മൾ സാധാരണ ചോദിക്കുന്നത്, സാധാരണ എന്നേ പറയാനൊക്കെ ഉള്ള ഇപ്പം കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സ്, ബട്ടർഫ്ലൈ വരയ്ക്കാൻ പറയും, ഫ്ലവേഴ്സ് വരയ്ക്കാൻ പറയും, മാംഗോ വരയ്ക്കാൻ പറയും. പിന്നെ അങ്ങനെയല്ല എന്തെങ്കിലും ചെറിയ ഫ്രൂട്ട്സുകൾ, ഇപ്പം ആപ്പിള്, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സാണ് കിഡ്സ് കാറ്റഗറിയിൽ സാധാരണ കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്തോളൂ എന്നും പറയാറുണ്ട്. ഇനി സെക്കൻഡ് കാറ്റഗറി പറയുകയാണെങ്കിൽ സെക്കൻഡ് കാറ്റഗറിയിലും തേർഡ് കാറ്റഗറിയിലും സാധാരണ ഒരേ ടോപ്പിക്കുകളൊക്കെ തന്നെ വരും, കുറച്ചും കൂടെ ടഫായിട്ടുള്ളത്. അതായത് പാർക്ക് വരയ്ക്കാൻ പറയാം, ബീച്ച് ചോദിക്കാം, പിന്നെ ഫ്ലവേഴ്സ്, ഒരു ബഞ്ചസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലവേഴ്സ് പറയാം, ഗാർഡൻ പറയാം, അങ്ങനെയൊക്കെയുള്ള പിക്ചേഴ്സാണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ സെക്കൻഡ് കാറ്റഗറി എത്തുമ്പോൾ, അതായത് 4th 3rd ഒക്കെ ക്ലാസ്സുകളിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഡീപ്പായിട്ട് അവർ ചെയ്യേണ്ടതായിട്ട് വരും. ഇതുവരെ പറഞ്ഞ കാറ്റഗറികളിൽ നമുക്ക് ക്രയോൺസും പെൻസിൽ ഡ്രോയിങ്ങും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി വരുന്ന 5, 6, 7 ക്ലാസ്സുകളിൽ ചോദിക്കുന്നത് വാട്ടർ കളറാണ് മെയിനായിട്ട് അവർക്ക് പുതുതായി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വാട്ടർ കളർ മാത്രമല്ല, അവിടെ പെൻസിൽ ഡ്രോയിങ്, കാർട്ടൂണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ കുറച്ചുകൂടി ടഫായിട്ടുള്ള സബ്ജക്റ്റുകളാണ് അവിടെ വരുന്നത്. അതുവരെ അവർ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്നും കുറച്ചും കൂടി ടഫായിട്ടാണ് അവിടെ വരുന്നത്. ഇനി അടുത്തത് 8, 9, 10 അത് 4th കാറ്റഗറിയിൽ വരും. അതിൽ വരുന്നത് നമുക്ക് വാട്ടർ കളറ്, പെൻസിൽ ഡ്രോയിങ്, കാർട്ടൂൺ, പിന്നെ പുതുതായിട്ട് 2 സബ്ജക്റ്റും കൂടി വരുന്നുണ്ട്. അത് കൊളാഷ് വർക്ക്, അതായത് നമ്മൾ പേപ്പറുകളിൽ നിന്നും പല കളറിലുള്ള പേപ്പറൊക്കെ വെട്ടിയെന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് വെട്ടാൻ പാടില്ല, കീറിയെടുത്തിട്ട് അതിന് നമ്മൾ അവർ തരുന്ന ടോപ്പിക് അനുസരിച്ച്, ഏതെങ്കിലും ഫ്ലവേഴ്സ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ അവർ തരും. ആ ടോപ്പിക് അനുസരിച്ചാണ് പിക്ചേഴ്സ് അവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അത് കുറച്ച് പ്രാക്ടീസിലൂടെ കുട്ടികൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ അടുത്ത 11th 12th വരുന്ന സമയത്ത് കുറച്ച് ടഫാണ്. അവർക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല, അതായത് 5 മുതൽ 12 വരെയുള്ള ഇതിൽ ഏകദേശം ഒരേ ടോപ്പിക്കുകളൊക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. അതായത് അവർക്ക് പെൻസിൽ ഡ്രോയിങ്ങിൽ തന്നെ, അല്ലെങ്കിൽ വാട്ടർ കളറിലും കാർട്ടൂണിന് വ്യത്യസ്തമാണ്, വാട്ടർ കളറിലും പെൻസിൽ ഡ്രോയിങ്ങിലും ഓയിൽ പെയിൻറ്റിലും ഒക്കെ വരുന്നത് ഒരേ ടോപ്പിക്കുകൾ തന്നെയായിരിക്കും. പക്ഷേ ഈ ഉപയോഗിക്കുന്ന മീഡിയത്തിന് മാറ്റം ഉണ്ടാകും. അങ്ങനെയാണ് സാധാരണ വരുന്നത്. ടീച്ചർ അതേപോലെ തന്നെ ഇനി 5th to 12 വരെയുള്ള കുട്ടികൾക്ക് വരയ്ക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതായത് 5th തൊട്ട് 12th വരെയുള്ള സ്റ്റാൻഡേർഡുകളിലാണ് നമുക്ക് ടോപ്പിക്കുകളെല്ലാം ഏകദേശം ഒരുപോലെയാണ് ചോദിക്കുന്നത്. കുട്ടികൾക്ക് ചോദിക്കാം, ബസ് സ്റ്റാൻഡ് ചോദിക്കാം, റെയിൽവേ സ്റ്റേഷൻ ചോദിക്കാം, പോലീസ് സ്റ്റേഷൻ ചോദിക്കാം, പിന്നെ മാർക്കറ്റ്, റോഡ്, അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ചോദിക്കാം. ഇപ്പം ഈ കുഞ്ഞു ക്ലാസ്സുകളിൽ, അതായത് 5, 6, 7 ക്ലാസ്സുകളിൽ ചോദിക്കുന്ന അതേ ടോപ്പിക്കുകൾ തന്നെ ബാക്കിയുള്ളതിൽ ചോദിക്കുന്നുണ്ടെങ്കിലും സബ്ജക്റ്റ് പറയുന്ന സമയത്ത്, അതായത് ടോപ്പിക്കുകൾ പറയുന്ന സമയത്ത് ചെറിയ ചെറിയ വ്യത്യാസം വരാറുണ്ട്. ഇപ്പോൾ റോഡ് ചോദിച്ചാൽ 5th സ്റ്റാൻഡേർഡ് ചോദിക്കുന്ന പോലെ ആയിരിക്കില്ല 8 to 12 വരെ ചോദിക്കുന്നത്, കുറച്ചും കൂടെ ഡീപ്പായിട്ട്. അതായത് അവരോട് ചോദിക്കും, ഇപ്പം
റഷായിട്ടുള്ള റോഡ്. പിന്നെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ തിക്കി തിരഞ്ഞ് ഓടുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ. പാർക്ക് ചോദിക്കുകയാണെങ്കിൽ പാർക്കും അതുപോലെ തന്നെ. പാർക്കൊന്നും വലിയ ക്ലാസ്സുകളിൽ സാറിന് ചോദിക്കാറില്ല, എന്നാൽ ഏതോ ഒരു കോമ്പറ്റീഷനിൽ അങ്ങനെ പാർക്ക് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാണ് ആ പാർക്കായാലും അത്രയും കോംപ്ലിക്കേഷൻ അതിലുണ്ടാക്കി വേണം വരയ്ക്കേണ്ടത്. പിന്നെ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെർസ്പെക്റ്റീവ് അനുസരിച്ച് വേണം പിക്ചർ വരയ്ക്കേണ്ടത്. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് മാം? പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന വസ്തുക്കൾ ക്ലിയറായിട്ടും അതിൽ കളറുകൾ നല്ല ക്ലിയറായിരിക്കണം, വരയ്ക്കുന്ന ലൈൻസ് ക്ലിയറായിരിക്കണം, അങ്ങനെയുള്ളതാണ്. ബാക്കിലോട്ട് പോകുമ്പോൾ സ്കൈയുടെ കളറുമായിട്ട് മിക്സ് ചെയ്ത് പോകണം. നമ്മളൊരു ഫോട്ടോ എടുത്താൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഫോട്ടോ എടുക്കുമ്പോൾ ഫ്രണ്ടിൽ കാണുന്നത് നല്ല ക്ലിയറായിട്ട്, അതായത് ഒരു ഇലയാണെങ്കിൽ പോലും, ഒരു ട്രീ ആണ് വരയ്ക്കുന്നതെങ്കിൽ പോലും ആ ട്രീയിൽ കാണുന്ന ഇലയുടെ ഓരോ ഡീറ്റെയിൽസും ഫ്രണ്ടിൽ കാണുന്ന ട്രീക്ക് കൊടുക്കാനൊക്കും. എന്നാൽ അതേ ട്രീ തന്നെ ബാക്കിലോട്ട് എത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ ക്ലാരിറ്റി കാണത്തില്ല. അത് കളർ പെർസ്പെക്റ്റീവ് എന്ന്, കളർ ഡെപ്ത് എന്ന്, അങ്ങനെയൊക്കെ നമ്മൾ ആർട്ടിസ്റ്റുകൾ കുറേ വേർഡ്സ് ഇതിൽ പറയുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് എത്ര വർഷം എടുക്കും ഇത് പഠിക്കാൻ? വർഷങ്ങളെടുക്കും. ചില കുട്ടികൾ യൂട്യൂബൊക്കെ നോക്കി അല്ലെങ്കിൽ ബുക്കുകളൊക്കെ നോക്കി, ഡ്രോയിങ്ങിൻ്റെ ബുക്കുകളൊക്കെ നോക്കി അവർ പഠിച്ചു വരുന്നുണ്ട്. അങ്ങനെ പഠിച്ചു വരുന്നവർക്ക് സ്പീഡിനെ അടുത്ത ലെവലിലോട്ട് കടക്കാനൊക്കും. വർഷം എടുക്കുമെന്ന് പറഞ്ഞാൽ അതെനിക്ക് പറയാനൊക്കുന്നില്ല. ഇത് അവരുടെ ഒരു ഇതുപോലെ ഇരിക്കും. ഇപ്പം മായ തന്നെ മക്കളെ കൊണ്ടാക്കിയിട്ട് അവർ സ്പീഡി വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടേത് എളുപ്പത്തിൽ കാര്യം മുന്നോട്ട് പോകും. ഇപ്പം വരയ്ക്കാതെ കുറച്ച് ഉഴപ്പി വരയ്ക്കുന്നവരാണെങ്കിൽ അത്രയും ടൈം എടുക്കും. അതിൽ നമുക്ക് അത് എന്നാൽ ഡെയിലി നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ് സാറ്റർഡേ സൺഡേ മാത്രമാണ് നിങ്ങൾ ക്ലാസ്സിൽ വരുന്നുണ്ടെങ്കിലും ഡെയിലി വാട്സപ്പ് വഴി നിങ്ങൾക്ക് വരച്ചിടാനൊക്കുമല്ലോ. ആ വാട്സപ്പ് വഴി വരച്ചിടുകയാണെങ്കിൽ കൂടുതൽ ബെറ്ററായിട്ടുള്ള വർക്ക് കുട്ടികൾക്കുണ്ടാകും. അപ്പം അടുത്ത ലെവലിലോട്ട് പെട്ടെന്ന് കിടക്കാനൊക്കും. അപ്പോൾ വർഷങ്ങളുടെ ആവശ്യമൊന്നും വരത്തില്ല. അവർക്കൊരു എക്സിബിഷൻ തന്നെ നടത്തുന്നതിന് വളരെ എളുപ്പത്തിൽ സാധിക്കും. എന്നാലും നല്ലൊരു ആർട്ടിസ്റ്റായി തീരണമെങ്കിൽ എങ്ങനെയായാലും ഒരു 2-3 വർഷം എടുക്കും. കറക്റ്റായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. ഇത്രയും അറിവ് തന്നതിന് നന്ദി ടീച്ചർ. താങ്ക് യു സോ മച്ച് മാം. ഓക്കെ.